വരയാടുകളുടെ പ്രജനന കാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ ഫെബ്രുവരി 1 മുതൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തും. മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനന കാലത്ത് വരയാടുകൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി വരുന്നത്. വരയാടുകളുടെ ആവാസ കേന്ദ്രമായ ഉദ്യാനത്തിൽ വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നു തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനനകാലത്ത് വരയാടുകൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി വരുന്നത്. വരയാടുകളുടെ പ്രജനനകാലമായതുകൊണ്ട് ജനുവരി 31 തീയതി ഇരവികുളം നാഷണൽ പാർക്ക് അടയ്ക്കുകയാണ്. പ്രജനനത്തിന് ശേഷം ഏപ്രിൽ മാസം 1 തീയതി വീണ്ടും ഇരവികുളം നാഷണൽ പാർക്ക് സഞ്ചാരികൾക്കായി തുറക്കും. വരയാടുകളുടെ പ്രജനനകാലം വരയാടിന്റെ സംരക്ഷണത്തിനാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ടൂറിസം ആക്ടിവിറ്റീസും ഈ അടച്ചിടുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഏപ്രിൽ 1 പാർക്ക് വീണ്ടും തുറക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലായി വരയാടുകളുടെ കണക്കെടുപ്പ് ആരംഭിക്കും. കഴിഞ്ഞ മെയ് മാസം നടത്തിയ കണക്കെടുപ്പിൽ ഇരവികുളം ഉൾപ്പെടെയുള്ള വരയാടുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ 827 വരയാടുകളെയാണ് കണ്ടെത്തിയത്. ഇതിൽ 144 എണ്ണം പുതിയ കുഞ്ഞുങ്ങളായിരുന്നു. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യ ക്യാഷ്ലെസ് പാർക്ക് കൂടിയാണ് ഇരവികുളം. ശരാശരി 2500 മുകളിൽ ദിവസേന സന്ദർശകർ പാർക്കിലെത്താറുണ്ട്. കഴിഞ്ഞ 10 മാസം കൊണ്ട് 20 കോടി രൂപയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ വരുമാനം.